ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മക്കളെ, എല്ലാവർക്കും സുഖം ഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ചോദിക്കും, നമുക്ക് എല്ലാ ദേഹങ്ങളും നമ്മുടെ ഒരു വാഹനമാണ് നമ്മെ വഹിക്കുന്നത്. ഞാനെന്ന ആ പരമാത്മാവിൻ്റെ അംശമായ ആ ഞാനിനെ വഹിക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ ദേഹം. അത് എപ്പോഴും ഒരുപോലൊന്നും ഇരിക്കുകയില്ല. അത് എന്തൊക്കെ നമുക്ക് അറിയാം. നമുക്കൊരു വാഹനത്തിൽ പോകുന്ന ആ വാഹനം കുറച്ച് നാൾ കഴിയുമ്പം അതൊരു കേടുപാട് വരുന്നു, നന്നാക്കുന്നു. അതുപോലൊക്കെ തന്നെ ഈ ദേഹത്തിന് എത്രത്തോളം എങ്ങനെ പറ്റും, കുറേയൊക്കെ ഇതൊക്കെ സഹിച്ചേ പറ്റൂ. അപ്പോൾ നമുക്ക് ഭഗവാനെ ഉള്ളിൽ ഇരുത്തുക. ആ രാമരാമം ഭഗവാന്റെ ആ ശ്രീരാമ ഭഗവാന്റെ ഹൃദയമാകുന്ന ആ രാമപാദം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കാൻ നമുക്ക് അപ്പോൾ ആനന്ദം ഉണ്ടാകും. അപ്പോൾ ഈ രോഗങ്ങളൊന്നും മനസ്സിൽ വരത്തില്ല, വേദനയൊന്നും വരത്തില്ല. എന്താ കാരണം, എപ്പോഴും ഭഗവാനെ ആരാധിച്ച് ആനന്ദത്തിൽ ആറാടിയിരിക്കുമ്പോൾ മറ്റ് ചിന്തകളെല്ലാം, ഈ ലൗകികമായ ചിന്തകളെല്ലാം ഒഴിഞ്ഞു പോകും. ഹൃദയം നല്ല ശുദ്ധിയാകും. അപ്പോൾ വേദന അറിയില്ല. വേദനയൊക്കെ ഈ ലോക ചിന്തയിലുള്ളതാണ്. അതാ ഈ ദേഹം ഈ ലോകത്തിന് വേണ്ടുന്നതാണ്. അതിൽ വേദന നമ്മൾ ഉള്ളിലെ പരമാത്മാവിനെ അറിയും തോറും ഈ വേദന പമ്പ കിടക്കും. അതുകൊണ്ടാണ് ചിലർ രോഗം അറിയത്തേയില്ല. എന്നാൽ ഉള്ളിൽ രോഗമുണ്ട്. അത് നമ്മുടെ ശരീരം അങ്ങനെയാണ്. ശരീരമല്ലേ, അത് പഞ്ചഭൂതങ്ങൾ ഉണ്ടാക്കുന്ന മണ്ണും വെള്ളവും അതൊക്കെ അല്ലേ, വായുവൊക്കെ. അത് നമുക്ക് സാരമില്ല. നമുക്ക് ഭഗവാനെ ആരാധിച്ച് നമ്മുടെ ക്ഷേത്രമാകുന്ന ഈ ഹൃദയത്തിൽ, നമ്മൾ ഗാത്രമാകുന്ന ക്ഷേത്രം, ഈ ശരീരം ഒരു ക്ഷേത്രമാണ് ഭഗവാൻ ഇരിക്കാനുള്ള. നമുക്ക് അത്രത്തോളം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ ഇന്നലെ വായിച്ചത് പിന്നെ ഒരു കുഞ്ഞിൻ്റെ ആണ് ഈ അലൗകികമായ വൈഷ്ണവരൂപം ഭഗവാൻ കാണിച്ചപ്പോൾ അത് മാറ്റി അത് മറച്ചു പിടിക്കണമേ, എനിക്ക് അവ്യാജമായ ഭഗവാനെ പരിചരിച്ച് ഈ ദുഃഖ സംസാരം കടന്നു പോകണം. അങ്ങനെ ആ അമ്മ കൗസല്യമ്മ പ്രാർത്ഥിച്ചു ഭഗവാനോട്, ശ്രീരാമ ഭഗവാനോട്. അങ്ങനെ ഭക്തി കൊണ്ട് യുദ്ധം വീണ് വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുളി ചെയ്തു, മാതാവേ, ഭവതിക്ക് എന്താ ഇഷ്ടമാകുന്നത് എന്നാൽ അതേതും അന്തരമില്ല, ചിന്തിച്ചവണ്ണം തന്നെ വരുമെന്നാണ് നമ്മളിതിൽ വായിച്ചു. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്ന് സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖ അമര പ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ച് സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ. അതുകൊണ്ടാണ് ഭൂമിയിൽ പിറന്നത്. ചിരകാലം എന്നെ സേവിച്ചു. അവർക്കും ആ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ദശരഥ മഹാരാജാവ്, കശ്യപ പ്രജാപതിയും കൗസല്യാമ്മ അതിഥിയായിരുന്നു. അവർക്കൊക്കെ എത്രമാത്രം ശരീരത്തിന് ചിരകാലം ഭഗവാനെ സേവിച്ച് തപസ് ചെയ്തു. പക്ഷേ അവർക്ക് ദേഹത്തിന് അസുഖം ഇല്ലെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ശരീരം അടുത്ത എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ്. പക്ഷേ എന്നിട്ടും ഭഗവാന് അവർക്ക് മകനായി വരണം എന്നുള്ള തപസ്, ഒരു പ്രാർത്ഥനയും മുടക്കിയില്ല. മുടക്കിയെങ്കിൽ ഇങ്ങനെ വരത്തില്ലല്ലോ. അതുകൊണ്ട് ശരീരത്തിന് ക്ലേശം ഉണ്ടെന്ന് കരുതി നമ്മൾ ഇപ്പോൾ എനിക്ക് സൗണ്ട് അടച്ചുകൊണ്ട് ഞാനിത് മുടക്കിയാൽ ഭഗവാൻ എപ്പോഴാണ് എന്നെ കൊണ്ട് മുടക്കുന്നത് അതുവരെ ഞാനിങ്ങനെ ചെയ്യണം. കാരണം എനിക്ക് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദേഹാഭിമാനം വെടിയണം. ഈ സൗണ്ടിന് മോശമായതുകൊണ്ട് പലരും പറയും, ഇനി വീട്ടിലാണ് ഇരുന്നൂടെന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഉത്തരമില്ല. എനിക്ക് ഞാൻ ദേഹാഭിമാനത്തിനല്ല ഇതിരിക്കുന്നത്. എൻ്റെ ഭക്ത മക്കൾക്ക് ചിലപ്പോൾ ഒരു വരി വേണമെങ്കിൽ അത് കൊടുക്കണം. ഒരു നേരത്തെ ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ഒരു നേരത്തെ മരുന്ന് നമുക്ക് കഴിക്കണമെന്ന് മുടങ്ങിക്കൂടാ. അങ്ങനെ ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ അവരത് കേൾക്കണം. അപ്പോൾ ഞാൻ ദേഹാഭിമാനം നോക്കി എൻ്റെ സൗണ്ട് കൊള്ളത്തില്ല, അടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കണം എന്ന് വെച്ചാൽ ഇത് പറയാറുന്ന എനിക്ക് പാപമല്ലേ, ഭഗവാൻ എന്നെ ഇഷ്ടപ്പെടൂ. അതുകൊണ്ട് നമ്മുടെ ദേഹത്തെയോ സൗണ്ടിനെ നോക്കണ്ട, ഭഗവാൻ അവിടെ നമ്മുടെ ഉള്ളിൽ വരുത്തണം. ഈശ്വരന് ഇഷ്ടം എന്താണ്, നിൻ്റെ സൗണ്ട് അങ്ങനെ മതി, നീ ഇടൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടണ്ടേ. അതുകൊണ്ടാണ് ചെയ്യുന്നത്.
ആരത് തടുത്താലും ഭഗവാൻ തടുത്തല്ലേ എനിക്ക് മാറ്റാൻ പറ്റൂ. അതുകൊണ്ട് സൗണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ, അല്പോലും ഒന്ന് മൂളുന്ന സൗണ്ടെല്ലാം ഉണ്ടെങ്കിൽ ഇടണ്ടേ. അതുകൊണ്ടാണ് മക്കളിത് ഇടുന്നത്. അത് ഒന്നോ രണ്ടോ മക്കൾ വായിച്ചാൽ മതി, ആവശ്യമുള്ളവർ മാത്രം വായിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ എന്നും കൃത്യക്ഷം നടത്തുന്നതായത് അത് ഇതിൽ കൂടെ അങ്ങ് ഇട്ടെന്നുള്ളതേ ഉള്ളൂ. ആരും ഖേദിക്കണ്ട. നന്നായി കേൾക്കുന്നവർക്ക് നന്നാവുമ്പം കേട്ടാൽ മതി. അല്ലാതെ ഇത് ഭഗവാന്റെ നാമമാണെന്ന് ചിന്തിച്ച് മാത്രം കേൾക്കുന്നവർക്ക് ഇത് കേൾക്കാം. അല്ല ഇവിടെ സൗന്ദര്യം നോക്കേ വേണ്ട. അതുകൊണ്ട് മാനവ വംശത്തിൽ നിങ്ങൾക്ക് തനയനായി മാനുഷവേഷം കൊണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ. ആ അമ്മ അങ്ങനെ പ്രാർത്ഥിച്ചത്, എനിക്ക് ഭഗവാൻ തന്നെ മകനായി വരണമെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് അത്രയും കാലം ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നവരേ അവർ തപസ് ധ്യാനിച്ചു. അത് നമ്മളും അങ്ങനെ ചെയ്യണം. നമ്മുടെ ഉള്ളിൽ എപ്പോഴാണ് ഭഗവാൻ അവതരിക്കുന്നത് അതുവരെ നമ്മൾ മുടങ്ങാതെ ചെയ്യണം. അതിനാണ് ഞാനിത് പറയുന്നത്. സൗണ്ടൊപ്പം ഉണ്ടെന്ന് കരുതി ദേഹത്തിന് വേദന ഉണ്ടെന്ന് കരുതി നമ്മൾ നിർത്താൻ പാടില്ല. അതുകൊണ്ട് മാനുഷവേഷം കൊണ്ട് ഭൂമിയിൽ അങ്ങനെയാണ് ഞാൻ പിറന്നത് എന്ന് ഭഗവാൻ ആ അമ്മയെടുത്ത് പറഞ്ഞു. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. ഒരുപാട് നാളിങ്ങനെ നിങ്ങൾ എന്നെ തന്നെ സേവിച്ചു. നമ്മളും അങ്ങനെ ചെയ്യണം. ഇത് പഠിക്കുന്ന അതിനാണ്. നമ്മളെ അഭിമാനം, നമ്മൾ ഇന്ന വസ്ത്രം കൊടുത്തേക്കുന്നു, എൻ്റെ ദേഹത്തിന് ഭംഗിയുണ്ടോ, ഇതൊക്കെ നമ്മൾ വെടിയണം. ഈ ലോക ചിന്തയെല്ലാം നമ്മൾ വെടിഞ്ഞിട്ട് ദേഹാഭിമാനം വേണ്ട. ഈ ലോക ചിന്തയിലുള്ള അഭിമാനമൊന്നും വേണ്ട. നമുക്ക് ഭഗവാൻ മാത്രം മതി. ചിത്തത്തിൽ നിരൂപിച്ച് സേവിച്ച് ചിരകാലം പൂർവജന്മനി പുനരത് കാരണം ഇപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ആ വൈഷ്ണവേഷം കാട്ടിത്തന്നത്. ദുർലഭം ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെ ഒരു ജന്മ സംസാര ദുഃഖം. ഈ ദുർലഭമാണ് ഈ ദർശനം. അത് മോക്ഷത്തിനായിട്ടുള്ളത് ആണല്ലോ. പിന്നെ ഇത് കിട്ടിയാൽ പിന്നെ ഒരു വിഷമവും ജന്മസംസാര ദുഃഖം, ഈ ലോകത്തിലെ ഒരു ദുഃഖവും വരത്തില്ല. എന്നുടെ രൂപം ഇതം നിത്യവും ധ്യാനിച്ചുകൊണ്ട് എന്നാൽ വന്നിടും മോക്ഷം ഇല്ല സംശയമേതും. ഈ രൂപം നമ്മൾ പരമാത്മാവായ പരമശിവനെയോ അല്ലെങ്കിൽ നാരായണൻ എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ കൃഷ്ണനായാലോ ശ്രീരാമനായാലോ എല്ലാം ഏകമാണുമ്പോൾ ഏത് രൂപമായാലും നമ്മൾ അത് ധ്യാനിക്കുമ്പോൾ മോക്ഷം കിട്ടും, ഒരു സംശയവും വേണ്ട. എന്നോട് രൂപം ഇതം നിത്യവും ധ്യാനിച്ചു. ഭഗവാൻ ശ്രീരാമൻ പറയുമ്പോൾ ശ്രീരാമനെ പറയും, പരമാത്മാവ് ഈ രൂപം. അപ്പോഴാ രൂപം എടുത്തത്. കൃഷ്ണൻ പറയുമ്പോൾ പരമാത്മാവായ കൃഷ്ണരൂപം. അപ്പോൾ നമുക്ക് രൂപം വേണമെങ്കിൽ ഏത് രൂപം, അതല്ലെങ്കിൽ ഇത് രൂപമില്ലാത്ത അരൂപമാണെങ്കിൽ നമ്മൾ ആ ചൈതന്യമൂർത്തിയെ അത് മതി, ചൈതന്യത്തെ ഉൾക്കൊള്ളാം. ഏതായാലും പരമാത്മാവ് തന്നെയാണ്, ഏകനല്ലാതെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അത് കൃഷ്ണരൂപം എടുക്കാം, ദേവീ രൂപം എടുക്കാം, പിന്നെ ശ്രീരാമരൂപം എടുക്കാം. രൂപം ഒന്നും വേണ്ടെങ്കിൽ അരൂപിയായ ആ പരബ്രഹ്മത്തെ, നിഷ്കളബ്രഹ്മത്തെ ചൈതന്യമൂർത്തിയായി നമുക്ക് അത് നമ്മുടെ ഹൃദയത്തിൽ ആനന്ദിക്കാം. എല്ലാം ഒന്ന് തന്നെ. അതുകൊണ്ട് അത് നിർഗുണമാണെന്നേ ഉള്ളൂ. ഇത് നമ്മുടെ രൂപങ്ങളെ സഗുണം. രൂപത്തെ ചിന്തിക്കുമ്പോൾ ഒരു രൂപമായിട്ട് ഒരു കല്ലാണോ, ആ കല്ല് പരമാത്മാവെന്ന് ചിന്തിക്കുക, അങ്ങനെയുള്ളൂ. ഒന്നും വേണ്ടെങ്കിൽ പരമാത്മാവ് ചൈതന്യമൂർത്തിയാണ്. സത്യസ്വരൂപനായ ഭഗവാനെ, നിർഗുണനായ ഭഗവാനെ ഒന്നും അരൂപിയാണ്. അതുകൊണ്ട് രൂപമില്ലാതെ നമുക്ക് ധ്യാനിക്കാം. അതുകൊണ്ട് യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദം ഇത് ആദരാൽ പഠിക്കതാനും കേൾക്കതാനും ചെയ്യുന്നതും ഈ സംവാദം ഇത് ഭഗവാൻ ശ്രീരാമൻ കൗസല്യാമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ കാര്യം നമ്മളിത് ചിന്തിച്ച് അവരെങ്ങനെയായിരുന്നു തപസ് ചെയ്തും ഭഗവാനെ പ്രത്യക്ഷമാക്കിയതും നമ്മളെപ്പോഴും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവർക്ക് സാധിക്കും. അത് കേൾക്കുക, പറയുക, പ്രാർത്ഥിക്കുക, ഇത് വായിക്കുക, ഇങ്ങനെ സാധിക്കും. അവന് സാരൂപ്യം എന്നറിഞ്ഞാലും ഭഗവാനെ പോലെ ആയിത്തീരും. ചേതസി മരിക്കുമ്പോൾ സ്മരണയും ഉണ്ടാകും. നമ്മൾ മരിക്കുമ്പോൾ എന്താ വേണ്ടേ, അത്യാവശ്യമാണത്. നമുക്ക് അതുവരെ നമ്മൾ എപ്പോഴും ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും ഭഗവാനേ എന്നുള്ള ചിന്ത എപ്പോഴും ഉള്ളിലുണ്ടെങ്കിലേ മരണസമയത്ത് അത് കിട്ടും. സമയത്തിന് തപ്പിയാൽ കിട്ടത്തില്ല. നമ്മൾ എന്താണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത് അതേ വരത്തുള്ളൂ. ലോകചിന്തയാണെങ്കിൽ അതേ വരും. ഭഗവാനുള്ള ചിന്ത വന്നാൽ അത് വരും. അതുകൊണ്ടാണ് എപ്പോഴും ഭഗവത് സ്മരണ വേണമെന്ന് പറയുന്നത്, ഊണിലും ഉറക്കത്തിലും. അപ്പോൾ പിന്നെ എപ്പോഴും അത് തന്നെയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ എന്തും ചെയ്യുമ്പോഴും അവിടെ ഭഗവാന്റെ ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ വരണം. അപ്പോൾ എപ്പോഴാണ് മരിക്കുന്നത് അറിയത്തില്ലല്ലോ. അപ്പോൾ എപ്പോഴും സ്മരണയുണ്ടെങ്കിൽ ആ സമയത്തും ആ സ്മരണ ഉണ്ടാകും, പരമാത്മാവിൽ ലയിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയും ഉണ്ടാകും.
ഇത്തരം അരുൾ ചെയ്ത ബാലഭാവത്തെ പൂണ്ട് സത്വരം കാലും കൈയും കുടഞ്ഞ് കരയുന്നു. അങ്ങനെ ഭഗവാൻ വൈഷ്ണവരൂപം മാറ്റി കുഞ്ഞിൻ്റെ വേഷമായി അവിടെ കിടന്ന് കരയും കാലും കൈയൊക്കെ തിരിക്കുകയും പിരിക്കുകയും ചെയ്ത്. ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദര രൂപം അരവിന്ദ ലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദം മന്ദിര വൃന്ദാരക വൃന്ദ വന്ദിതൻ ഭൂമി വന്നവതാരം ചെയ്യാൻ നന്ദനുണ്ടായതെന്നാശു കേട്ടൊരു പങ്കുതി ചന്ദനനഥ പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യ അഖിലാർത്ഥ ദാനങ്ങൾ ചെയ്താൻ. എല്ലാവർക്കും ദാനങ്ങൾ ഇഷ്ടംപോലെ ചെയ്ത് പുത്രവക്രാബ്ജം കണ്ട് തുഷ്ടനായി പുറപ്പെട്ടു. ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ വസിഷ്ഠ മഹാമുനിയുടെ നിയോഗപ്രകാരം ഭഗവാന്റെ പുത്രവക്രാബ്ജം ആ മുഖം താമര പോലത്തെ ആ മുഖം കണ്ടിട്ട് നല്ലതായിട്ട് പുഷ്ടിയായിട്ട് ശുദ്ധനായിട്ട് സ്നാനം ചെയ്ത് ഗുരുവിൻ്റെ നിയോഗപ്രകാരം ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു. പിന്നെ ജാതനായതു കൈകേയി സുതൻ പിറ്റേനാൾ കൈകേയി ഭരതനെ പ്രസവിച്ചു. സുമിത്രാപുത്രന്മാരായി ഉണ്ടായത് ഇരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി. ശത്രുക്കളുടെ കാലൻ അമിത്രാന്തകൻ, അതായത് ശ്രീരാമൻ. ശത്രുക്കളെ കാലനാണല്ലോ, രാവണനെ വധിക്കാനാണ് ശ്രീരാമനും ദശരഥനും യഥാവിധി ചെയ്ത് ജാതകർമ്മം ബാലന്മാർക്ക് എല്ലാവർക്കും പെയ്തു. സന്തോഷം കൊണ്ട് അശ്രുക്കൾ ജനങ്ങൾക്കും മഴ പോലെ കണ്ണിൽ നിന്ന് അശ്രുക്കൾ സന്തോഷം കൊണ്ട് കണ്ണുനീരും വന്നു ജനങ്ങൾക്കെല്ലാം. സ്വർണ്ണരത്നാൗഘ വസ്ത്ര ഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു. ഭൂദേവാനാം വിണ്ണവർ നാട്ടിലും ഉണ്ടായത് മഹോത്സവം. ദേവലോകത്തും ഉത്സവം ഉണ്ടായി. ഇവിടെ എത്ര ഉത്സവം നടത്തി ഈ ജാതകർമ്മങ്ങളെ ചെയ്തപ്പോൾ ദാനങ്ങൾ കൊടുത്തപ്പോൾ അതുപോലെ ദേവലോകത്തും അതുപോലെ തന്നെ മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും. അത്രമാത്രം മഹേന്ദ്രനും സന്തോഷമായി. സമസ്ത ലോകങ്ങളും ആത്മാവാ ഇവങ്കലേ, ആരാ? പരമാത്മാവ ശ്രീരാമങ്കലേ. എല്ലാവരും സമസ്ത ലോകങ്ങളും ആത്മാവാ, അത് പരമാത്മാവാകുന്ന ഈ പരമാത്മാവ ശ്രീരാമങ്കൽ രമിച്ചിടുന്നു. ശ്രീരാമഹൃദയത്തിൽ നമ്മൾ രമിക്കുന്നു. രാമ ഇരുട്ട് ഇരുള് മാറുമ്പോഴല്ലേ ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും പരമാത്മാവായ ശ്രീരാമൻ രമിക്കുന്നു. ആരാ? ഭക്തന്മാരെല്ലാവരും. സമസ്ത ലോകങ്ങളും ആത്മാവാ, അത് പരമാത്മാവാകുന്ന ഇവങ്കലെ ശ്രീരാമങ്കലെ രമിച്ചിടുന്നു. നിത്യമെന്നോർക്ക് വസിഷ്ഠനും. സന്തോഷമായിട്ട് വസിഷ്ഠ മഹാമുനിക്ക് അങ്ങനെ ചിന്തിച്ചു. എല്ലാവരും ഈ ഇവങ്കലെ ശ്രീരാമങ്കൽ എല്ലാവരും രമിക്കുന്നു, നമുക്കും അതുപോലെ ആനന്ദിക്കാം. രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചേരുക. ശ്രീരാമപാദം, ആ ഭഗവാന്റെ ഹൃദയമാകുന്ന രാമപാദം, ആ രാമങ്കൽ നമുക്കും ആനന്ദിക്കാം, രമിക്കാം, ലയിക്കുക, ലയം പ്രാപിക്കുക, ചേരുക. യോഗി ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമനെന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ. ഭരണനിപുണനാം കൈകേയി തനയന് ഭരതനെന്ന നാമം അരുളി ചെയ്തു മുനി. ലക്ഷ്മണാന്വിതനായ സുമിത്രാ തനയന് ലക്ഷ്മണൻ എന്ന് തന്നെ നാമവും അരുളി ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടക നിമിത്തമായ ശത്രുഘ്നെന്ന സുമിത്രാത്മജാവരജനും നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ. അങ്ങനെ 4 പേർക്കും പേരൊക്കെ ഇട്ടിട്ട് ഭൂമിപാലനായ ദശരഥ മഹാരാജാവും 3 പത്നിമാരും ഭാര്യമാരും മക്കളുമായിട്ട് ആനന്ദിച്ചു. എന്താണ് ആനന്ദം ഉണ്ടായത്? പരമാത്മാവായ ശ്രീരാമൻ, ലക്ഷ്മി ദേവി കൂടെയുണ്ട് എപ്പോഴും ഹൃദയത്തിൽ. ആ മാറിൽ എപ്പോഴും ദേവി ഐശ്വര്യദേവത ഭഗവാന്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ആനന്ദം ഉണ്ടായി. നമ്മൾക്ക് എത്ര അസുഖങ്ങളോ സൗണ്ടടപ്പോ എന്തോ ഉണ്ടായിക്കൊള്ളട്ടെ, ശ്രീരാമ ഭഗവാനും ആ ദേവിയും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കും വേദന അറിയില്ല, നമുക്ക് സൗണ്ടപ്പുണ്ടെന്നുള്ള വിഷമമില്ല, നമുക്ക് ആനന്ദിക്കാം. ഒരു മക്കൾക്കെങ്കിലും ഇത് സന്തോഷമായിട്ട് ദേഹാഭിമാനം വെടിഞ്ഞുകൊണ്ട് ഇന്നതേ ഞാൻ ഉടുക്കൂ, ഇന്ന സൗന്ദര്യം വേണം, ഞാൻ ഇന്നതുപോലെ ഒരുങ്ങണം, എൻ്റെ സൗണ്ടിന് മോശമാണ്, ഇന്നത് ഇടണ്ട, ഇതൊക്കെ ദേഹാഭിമാനമുള്ളവർക്കാണ്. ദേഹാഭിമാനം ഹൃദയത്തിൽ ആനന്ദമുണ്ടാകുമ്പോൾ, പരമാത്മാവ് ഹൃദയത്തിൽ വസിക്കുമ്പോൾ ഈ ലോക ചിന്തകളെല്ലാം താനിയെ പോകും. അവിടെ സൗണ്ടിന് വ്യത്യാസമുണ്ടെന്നോ അത് കൊള്ളത്തില്ലെന്നോ കൊള്ളാമെന്നോ വസ്ത്രം ധരിക്കുന്നത് എന്തിനാണെന്നോ അത് സൗന്ദര്യവർദ്ധനയാണെന്നോ ഒരു ചിന്തയും വരത്തില്ല. ആനന്ദം പരമാത്മാവ്
നമ്മുടെ ഹൃദയത്തിൽ വന്ന് ആനന്ദിക്കുമ്പോഴാണ് അവിടെ ശ്രീരാമ ഭഗവാൻ, ആ പരമാത്മാവായ ആ രാമൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആനന്ദിക്കുക, രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ലോകചിന്തയെല്ലാം മാറിപ്പോകും. പലരും പറയും, ഈ അമ്മയ്ക്ക് ഇവിടെ അല്ലെങ്കിൽ തള്ളയ്ക്ക് ഇവിടെ വെറുതെ ഇരുന്നൂടെ, എന്തിനാ സൗണ്ട് അടച്ചുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇടുന്നെന്ന് ചോദിക്കാമെങ്കിൽ അവരുടെ ഉത്തരമാണ് നേരത്തെ കുട്ടി തന്നത്. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ എനിക്ക് ദേഹാഭിമാനം ഇല്ലാത്തത് കൊണ്ടാണെന്ന് മക്കളെല്ലാവരും മനസ്സിലാക്കുക. എനിക്ക് ഒരു വരിയെങ്കിലും എനിക്ക് ഭഗവാനെ കൊണ്ട് സ്തുതിച്ച് ഇതിലിടണം. അത് ഒരു മക്കളെങ്കിലും അത് കേട്ടാൽ അത് സന്തോഷം, കേട്ടില്ലെങ്കിൽ സന്തോഷം. കാരണം ഞാൻ കേട്ടല്ലോ, എന്നിൽ കേൾക്കാൻ ഒരാളുണ്ടല്ലോ, ആ ഞാനെന്ന് പറഞ്ഞ ആളത് കേട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയാണ് ഞാൻ ഇട്ടത്. പിന്നെ ഞാൻ ഇത് കേൾക്കുന്നത് അങ്ങോട്ടൊന്ന് ഇടുന്നെന്നുള്ളതേ ഉള്ളൂ. ആവശ്യക്കാർ, കാരണം വിശപ്പുണ്ടെങ്കിൽ രുചി നോക്കത്തില്ല, ആരെങ്കിലും അങ്ങ് കുടിച്ചോളും. ദാഹം ഉണ്ടെങ്കിൽ അവർ ആ ദാഹജലം കുടിക്കും. അവിടെ നല്ല രുചിയുണ്ടോ, അതിന് ഉപ്പ് കൂടുതലാണെന്ന്, ദാഹം ഉണ്ടെങ്കിൽ കുടിച്ചിരിക്കും. വിശപ്പുണ്ടെങ്കിൽ ആഹാരം കഴിച്ചേ പറ്റൂ. അത് രുചിയുണ്ടോ നോക്കത്തില്ല. അതുകൊണ്ട് സൗണ്ട് ഉറപ്പുണ്ടെന്ന് ആഹാരം വേണ്ടുന്നവൻ എന്ത് ചെയ്യും? രുചി നോക്കാതെ എടുത്ത് കഴിച്ചോളും. അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കഷ്ടമല്ലേ എന്നോർത്ത് മാത്രം ചെയ്യുന്നു. ആവശ്യക്കാർക്ക് ഇന്ന് വേണ്ടേ, നോക്കണ്ട, അത്രയേ ഉള്ളൂ. നോക്കുമ്പോൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ മറ്റ് എത്രയോ വിശപ്പടങ്ങാൻ ഹോട്ടലുകളുണ്ട്, ഒരുപാട് സ്ഥാപനമുണ്ട്, അവിടെ പോയി കഴിച്ചാൽ മതി. എന്നുവെച്ചാൽ വേറെ ഒരുപാട് പേര് ഇടുന്നുണ്ടല്ലോ, ഇത് മാത്രമല്ലല്ലോ, അങ്ങനെ എവിടെ വേണമെങ്കിലും കിട്ടുമല്ലോ, അതാണ് ഒരർത്ഥം. അല്ല ഹോട്ടലിൽ പോകുന്ന വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഇതിനകത്ത് നോക്കുക, ഒരുപാട് പേര് ഇതിനേക്കാൾ തമ്പുരാനായിട്ട് ഇടുന്നുണ്ട്. അതുകൊണ്ട് വിഷമം എൻ്റെ കർമ്മം, ഇതെൻ്റെ കർമ്മം ഞാൻ ചെയ്യുന്നു. അത് ഒരാൾക്ക് ചിലപ്പം ദാഹം ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് അവരാനന്ദിക്കുന്നു. മക്കളും ഭാര്യമാരും ദശരഥ മഹാരാജാവും കൂടെ ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൽ 4 പേർക്ക് 4 നാമവും ഇട്ടു. സാമോദം ബാലക്രീഡാതൽപരന്മാരാം കാലം, അത് കുഞ്ഞുങ്ങളുടെ കുട്ടിക്കാലം. ബാലക്രീഡ കളിക്കുന്ന 12 വയസ്സിനകത്തുള്ള കുട്ടിക്കാലത്ത് രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ച് വാഴും. അതെന്താ അങ്ങനെ ഒന്നിച്ച് വാഴുന്നത്? പരശത്രുഘ്നന്മാരും അവരാണ് ഒന്നിച്ച് വാഴുന്നത്, ഈ 2 പേര്. അതെന്താണെന്ന് വെച്ചാൽ മരുവീടുന്ന് പായസാംശ അനുസാരവശാൽ, അതായത് ആദ്യമേ കൗസല്യാമ്മയ്ക്കാണ് പായസം കിട്ടിയത്. പിന്നെ രണ്ടാമത് അത്രയും പായസം കൈകേയിക്കും ദശരഥ മഹാരാജ കൊടുത്തു. അപ്പം 2 പേർ കൊടുത്തപ്പം പിന്നെ ഇല്ല സുമിത്രയ്ക്ക് കൊടുക്കാൻ. അപ്പം കൗസല്യാമ്മയുടെ പകുതി അത് പങ്കിന്നെടുത്ത് പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. അപ്പം കൗസല്യാമ്മയുടെ പങ്കാണ് സുമിത്രയ്ക്ക് ആദ്യം കൊടുക്കുന്നത്. അപ്പം കൗസല്യാമ്മയുടെ മകനാരാ? രാമൻ, ശ്രീരാമൻ. ആ പങ്കാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പം മൂത്ത മകൻ ലക്ഷ്മണൻ. അപ്പം സ്വന്തം അനിയനാരാ? ആ പായസത്തിൻ്റെ ഉടമ കൊടുത്തയാളിൻ്റെ ലക്ഷ്മണനും ശ്രീരാമനും. കൈകേയി രണ്ടാമത് കൊടുത്തു. കൈകേയിയുടെ മകൻ ഭരതനാണ്. കൈകേയിയുടെ പങ്കിന്ന് പകുതി കൊടുത്തത് രണ്ടാമത് സുമിത്രയ്ക്ക്. അപ്പോൾ ശത്രുഘ്നനാണ് പിന്നെ പെറ്റത്. അപ്പോൾ ശത്രുഘ്നന് ഭരതന്. അതുകൊണ്ടാണ് സുമിത്രയുടെ 2 മക്കളും 2 അമ്മമാർക്കുള്ളതാണ്. 2 പേരുടെ കൊടുത്തേക്കുന്ന പായസം. മൂത്തയാൾ കൗസല്യമ്മ മുമ്പേ കൊടുത്തുകൊണ്ട് ലക്ഷ്മണനും അവിടെയായി. രണ്ടാമത് കൈകേയിക്ക് കൊടുത്തത് രണ്ടാമതാണ് ശത്രുഘ്ന ഇളയവൻ ഭരതനുമായി. ആ അമ്മയ്ക്കും ഈ അമ്മയ്ക്കും 2 മക്കൾ 2 പേർക്കും കൂട്ടിനായി. അതാണ് അവർ ശത്രുഘ്നനും ഭരതനും ലക്ഷ്മണനും ശ്രീരാമനും അങ്ങനെ ഒന്നിച്ചാണ് അവരുടെ കളി. കുട്ടികളായിരുന്ന സമയത്ത് രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ച് വാഴും, ഒന്നിച്ചവരാണ്. വനത്തിൽ പോയപ്പോൾ അവരൊന്നിച്ച്. പരശത്രുഘ്നന്മാരൊരുമിച്ച് എല്ലാ അവരും മരുവിടുന്നു. പായസാംശ അനുസാരവശാൽ അതാണ് അങ്ങനെ സംഭവിച്ചത്. കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമ ദേവൻ കാരുണ്യാമൃത പൂർണ്ണാപാംഗ വീക്ഷണം കൊണ്ടും സാരസ്യ വ്യക്ത വർണ്ണാലാപ പീയൂഷം കൊണ്ടും വിഷമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷ ആനന്ദപ്രദ ദേഹമാർദ്ദവം കൊണ്ടും, അത് സുമിത്രാപുത്രന്മാരിൽ ഇളയവനും പായസാംശങ്ങൾ അനുസരിച്ച് കാരുണ്യമാകുന്ന അമൃത നിറഞ്ഞ ഇങ്ങനെ ഓരോ അർത്ഥങ്ങളാണ്. കാരുണ്യ മൂന്നാമത്തെ കാരുണ്യ അമൃത പൂർണ്ണാപാംഗ വീക്ഷണം കൊണ്ടും, അതായത് കാരുണ്യമാകുന്ന അമൃതം നിറഞ്ഞ കടാക്ഷം കൊണ്ട് ശ്രീരാമ ഭഗവാൻ. പിന്നെയോ സാരസ്യ വ്യക്ത വർണ്ണാലാപ പീയൂഷം കൊണ്ടും സരസമായ അവ്യക്തത അക്ഷരങ്ങളോടുകൂടെ കൊഞ്ചൽ കൊണ്ടും ശ്രീരാമൻ്റെ അതുകൊണ്ടും, പിന്നെ വിശ്വമോഹനമായ രൂപ സൗന്ദര്യം കൊണ്ട്, വിശ്വമോഹനമായ അത്രമാത്രം വിശ്വത്തിന് മോഹമാണ്, അത്രമാത്രം സൗന്ദര്യമുണ്ട് ശ്രീരാമ ഭഗവാന്. പിന്നെ നിശേഷ ആനന്ദപ്രദ ദേഹമാർദ്ദവമുണ്ട്, ദേഹത്തിന് അത്ര സൗന്ദര്യമുണ്ട് മാർദ്ദവം കൊണ്ട്. പിന്നെ ബന്ധുക ദന്ത അമ്പര ചുംബന രസം കൊണ്ടും ഉച്ചമരിപ്പു പോലെ ചുവന്ന ചുണ്ടുകളാൽ ചുംബിക്കയാൽ, നല്ല ചുമന്ന ചുണ്ടുകളാണ്.
പിന്നെയോ ബന്ധുര ദന്ത അങ്കുര സ്പഷ്ട ഹാസാഭ കൊണ്ടും, അത് സുന്ദരങ്ങളായ ചെറു പല്ലുകൾ കാട്ടിച്ചിരിക്കുന്ന ശോഭ കൊണ്ട്, കുഞ്ഞു കുഞ്ഞു പല്ലുകളാണ്, അതുകൊണ്ട് ഇങ്ങനെ കാട്ടിച്ചിരിക്കുന്ന ശോഭ കൊണ്ടും, എന്നിട്ട് ഭൂതലസ്ഥിത പാദാബ്ജദ്വയ ആനന്ദം കൊണ്ടും, ചേതോമോഹനങ്ങളാം ചേഷ്ടതകളെ കൊണ്ടും മനസ്സിനെ മോഹിപ്പിക്കുന്ന അത്രമാത്രമുള്ള ചേഷ്ടകൾ ചെയ്യുന്ന എല്ലാം എല്ലാവർക്കും ഇഷ്ടമാവും. ചില കുട്ടികൾ അങ്ങനെയല്ലേ, അതുപോലാണോ ഭഗവാൻ എന്ത് ചെയ്യുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്ത ഇന്ദ്രിയങ്ങൾക്കും എല്ലാം, അതായത് അച്ഛനും അമ്മയ്ക്കും നഗരത്തിലുള്ള എല്ലാ വാസികൾക്കും സന്തോഷം നൽകിനാൽ പ്രീതി എല്ലാവർക്കും ഇഷ്ടമാണ്. സമസ്ത ഇന്ദ്രിയങ്ങൾക്കും എല്ലാം ബാലദേശാന്തേ, അതായത് സമസ്ത എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണാനും, ഭഗവാൻ പറയുന്നത് ഭഗവാനെ കാണാനും, ഭഗവാൻ എന്താ പറയുന്നത് കേൾക്കാനും, എന്ത് ചെയ്യുന്നതെല്ലാം എന്തിനും എല്ലാ സമസ്ത ഇന്ദ്രിയങ്ങൾക്കും ഇഷ്ടപ്പെടും. അതാണ് പ്രീതി നൽകിനാൻ സമസ്തേ ഇന്ദ്രിയങ്ങൾക്കുമെല്ലാം ബാലദേശാന്തേ സ്വർണ്ണ അശ്വത്ഥ പർണാകാരമായി മാലയും അണിഞ്ഞതിൽ പറ്റിടും കുരളവും, അത് ഭാരദേശം നെറ്റിത്തൊടം, സ്വർണ്ണ അശ്വത്ഥ സ്വർണ്ണ നിർമ്മിതമായ അരയാലിലയുടെ ആകൃതിയിൽ എന്താണ് മാലയും അണിഞ്ഞതിൽ, അതായത് ചന്ദനം അണിഞ്ഞ് പറ്റിയിടും കുരളവും, കൊച്ചു കുറുനിര മുടികൾ കുറുനിരകൾ മഷി എഴുതി കണ്ണിൽ അങ്ങ് എഴുതണ്ട, അങ്ങനെ തന്നെ എഴുതണക്ക് ഇരിക്കും. നല്ല കൺപോളെ പീലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ കരിയിടണക്കെന്ന് തോന്നും. അതുകൊണ്ട് മഷി എഴുതി സ്വർണ്ണത്തിൽ തീർത്ത കണ്ണാടി പോലെയുള്ള കവിളിണകൾ, പിന്നെയോ അങ്ങനെ കാർത്തസ്വരം സ്വർണ്ണ ദർപ്പണ സമഗണ്ഡമണ്ഡലങ്ങളും അഞ്ജനമണിഞ്ഞ്, അത് നമ്മൾ വായിച്ചില്ല, ബാലദേശാന്തേ സ്വർണ്ണ അശ്വത്ഥ പർണാകാരമായി മാലയും അണിഞ്ഞതിൽ പറ്റിയിട്ടും കുരളവും, കൊച്ചു ഇതും നെറ്റിയിൽ ചന്ദനമണിഞ്ഞും അഞ്ജനമണിഞ്ഞ് കണ്ണെഴുതി കണക്ക് അണിഞ്ഞാതി മഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണ അലങ്കാരമണികുണ്ഡലം പിന്നിടുന്ന സ്വർണ്ണദർപ്പണ സമഗണ്ഡ മണ്ഡലങ്ങളും സ്വർണ്ണത്തിൽ തീർത്ത കണ്ണാടി പോലെയുള്ള കവളിണകൾ, പിന്നെ ശാർദൂല നഖങ്ങളും വിദ്രുമ മണികളും ചേർത്തുടൻ കാർത്തസ്വര മണികൾ മധ്യേ, അതായത് സ്വർണ്ണമണികൾ അതിലെല്ലാം മധ്യേ കോർത്ത് ചാർത്തിടുന്നൊരു കണ്ഠകാണ്ഡോദ്യോതവും. കണ്ഠകാണ്ഡോദ്യോതം വെച്ചാൽ കഴുത്തിൻ്റെ ശോഭ, അത്ര ഭംഗി. മുത്തുമാലകളൊക്കെ ഇങ്ങനെ കോർത്ത് ഇടുന്നത്. മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതവും ഉരസ് ചാർത്തും തുളസി മാല്യങ്ങളും നല്ല നല്ല മാലകളും നിസ്തുലപ്രഭ വത്സലാഞ്ചല വിലാസവും അങ്കദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും. എന്താ അങ്കദങ്ങള് തോൾവളകള്, വലയങ്ങൾ എന്താണ് വളകള്, പിന്നെ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കൈവളകളും, പിന്നെ കാഞ്ചന സദൃശ പീതാംബരോ ഉപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം. കാഞ്ചികൾ അരഞ്ഞാണം, കാൽച്ചിലമ്പ്, നൂപുരങ്ങൾ കാൽച്ചിലമ്പുകൾ പലതരം അലങ്കാരങ്ങൾ കൊണ്ട് സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്ക് നാഥൻ. ഭൂമിദേവിയുടെ ഭർത്താവല്ലെന്നല്ലോ പരമാത്മാവ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അലങ്കാരത്തോ ചേർത്തൊരു ഭൂമിദേവിക്ക് നാഥൻ. ഭർത്താവിന് അധിവാസമുണ്ടായ ഒരു അയോധ്യയിൽ പൊൽത്താമർമാനും താനും കളിച്ചു വിളങ്ങിനാൾ. ഭൂതലത്തിങ്കിലെല്ലാം അന്ന് തൊട്ട് അനുദിനം ഭൂതിയും വർദ്ധിച്ചതു. അത്രമാത്രം ഈ ഭൂതലത്തിങ്കിൽ അന്ന് തൊട്ട് എന്താ പൊൽത്താർമാനിതാനും കളിച്ചു വിളങ്ങിനാൾ. ഭൂതലത്തിങ്കൽ എല്ലാം അന്ന് തൊട്ട് അനുദിനം ദിവസേന ഭൂതിയും വർദ്ധിച്ചത്, ലോകവും ആനന്ദിച്ചു. എന്താ ഐശ്വര്യം. ഭഗവാനോടൊപ്പം തന്നെ ദേവി ഉണ്ടല്ലോ, ലക്ഷ്മി ദേവി ഉണ്ടല്ലോ. ഭഗവാന്റെ ഹൃദയമാകുന്ന ഉള്ളിൽ ലക്ഷ്മി ദേവി ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് വന്നു, ഭൂതിയും ഒക്കെ വർദ്ധിച്ചു, ലോകവും അപ്പോൾ ആനന്ദമുണ്ടായി, ഐശ്വര്യം വർദ്ധിച്ചപ്പോൾ. അപ്പോൾ ഭഗവാനെ നമ്മളും ഇതൊരു പാഠമാക്കണം. ഭഗവാനെ നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ ഗൃഹമാകുന്ന ആശ്രമത്തിൽ സന്ധ്യാസമയത്തിൽ വിളക്ക് കത്തിച്ചിട്ട് എപ്പോഴും ഗൃഹസ്ഥാശ്രമമായിരിക്കുന്ന ഈ ആശ്രമത്തിൽ ഭഗവാനെ വരുത്തണം. ഇവിടെ കൗസല്യാമ്മ എങ്ങനെയാണ് വരുത്തിയത്, തപസ് ചെയ്തിട്ടാണ് വരുത്തിയത്. നമ്മൾക്കും ധ്യാനത്തോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മുടെ ഹൃദയമാകുന്ന അത് നമ്മുടെ ക്ഷേത്രമാകുന്ന ഗാത്രക്ഷേത്രം, ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ നമുക്ക് ഭഗവാനെ വരുത്തണം. അതായത് വരുത്തിയേ വരുത്തുള്ളൂ. നമ്മുടെ അതുപോലെ ഗൃഹസ്ഥാശ്രമം നമ്മുടെ ഗൃഹത്തിലും വരുത്തണം.
അങ്ങനെ ഭഗവാൻ നമ്മൾ വരുത്തി ആനന്ദം. അപ്പോൾ നമുക്ക് രോഗങ്ങളോ ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടാകത്തില്ല. ഈ ലോകത്തിൽ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടാകത്തില്ല. എല്ലാം ആനന്ദത്തിൽ നിറയുമ്പോൾ നമ്മൾ മറ്റൊന്നും ഓർക്കത്തില്ല. ഭഗവാൻ നമുക്ക് കാരുണ്യം എപ്പോഴും കണ്ണിൽ കൂടെ നേരെ നമ്മൾ വായിച്ചില്ലേ, അത്രത്തോളം അമൃതമാണ് കടാക്ഷം. അവൻ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. സന്തോഷം എപ്പോഴും നമുക്കുണ്ടാകും, ആനന്ദം ഉണ്ടാകും. നമുക്ക് അത് മതിയല്ലോ. എന്നിട്ട് ഭഗവാൻ സാരൂപ്യം കിട്ടും, മോക്ഷം. നമുക്കെല്ലാവർക്കും ആനന്ദിക്കണം, ഭഗവാനെ നമുക്ക് വരുത്തണം. എല്ലാവരും രാമ ഭഗവാനെ, ശ്രീരാമ ഭഗവാനെ, ഞങ്ങൾക്ക് ഈ ദുരിതാബ്ധിയിൽ നിന്നെല്ലാം കരകയറാൻ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഗൃഹസ്ഥ ആശ്രമമായിരിക്കുന്ന ഗൃഹത്തിലും എപ്പോഴും വസിക്കണമേ. നമ്മുടെ ഹൃദയമാകുന്ന ഗാത്രമാകുന്ന ക്ഷേത്രത്തിൽ ഭഗവാൻ എപ്പോഴും വിളയാടണമേ, ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മുടങ്ങാതെ അനുദിനവും ഇടവിടാതെ ഭഗവാന്റെ സ്മരണ എപ്പോഴും നമുക്ക് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ദുഃഖിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഃഖം ഉണ്ടാകത്തില്ല. എന്താ, ഭഗവാൻ എപ്പോഴും നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ വേദന, വിഷമങ്ങൾ, അസുഖങ്ങളൊന്നും അറിയത്തില്ല. എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.